ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനാ കോട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ. നമ്മൾ വചനത്തിൽ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്നവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. നമുക്ക് ദൈവത്തെ അത്ര ദഹിക്കത്തില്ല, നമുക്ക് പിടികിട്ടത്തില്ല. വി ഡോണ്ട് ഗെറ്റ് ഗാഡ്, വി ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ഗോഡ്. കഴിഞ്ഞ ആഴ്ചയിൽ തൃത്വത്തിനൊക്കെ തിരുനാൾ പറഞ്ഞപ്പം അഗസ്റ്റിനോസ് പറഞ്ഞില്ലേ, ഒരു കൊച്ചു ബാലൻ നിന്ന് കടൽ തീരത്ത് നിന്ന് കക്കായ എടുത്തിട്ട് വെള്ളം കോരി കടൽ പറ്റിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ദൈവിക രഹസ്യങ്ങളൊക്കെ ഗ്രഹിക്കാൻ പറ്റുന്നത്. അത് യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന ഡിഗ്രിയുടെ പേരൊന്നുമല്ല മക്കളെ, ദൈവാനുഭവം. സഹനത്തിലും വേദനയിലുമൊക്കെ നീ കാണുന്ന കർത്താവിൻ്റെ ചോരച്ചാലിൻ്റെ പേരാണ്, കർത്താവിൻ്റെ കണ്ണീർച്ചാലിൻ്റെ പേരാണ് ആത്മീയത. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ എന്ന് പറയാ, ഞാൻ ഇതാ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവൻ നൽകുന്ന അപ്പമാകുന്നു. അവർ ചോദിച്ചു, ഇവൻ ജോസഫിൻ്റെ മോനല്ലേ? ആ തച്ചൻ, ആ മരപ്പണിക്കാരൻ ജോസഫിൻ്റെ മോനല്ലേ ഇവൻ? ഇവൻ്റെ പിതാവിനെ അറിയത്തില്ല. നമുക്ക് ആ മറിയത്തെ അറിയാമല്ലോ, മേരി, അവളുടെ മാതാവിനെ അറിയാമല്ലോ. പിന്നെ എങ്ങനെയാണ് ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് ഇവൻ പറയുന്നത്? ദൈവമക്കളെ, നിന്റെ ബുദ്ധിയിൽ ദൈവം ഒതുങ്ങുമെന്ന് വിചാരിച്ചു നീ മഹാപോഷനാണ്. നിന്റെ ബുദ്ധിയിലും നിന്റെ യുക്തിയിലും നിന്റെ ദൈവത്തെ ഒതുക്കാൻ നോക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എളിമപ്പെട്ട് നമ്മൾ പറഞ്ഞില്ലേ, തോമസ് അക്വിനാസിന്റെ സംഭവം പോലെ 1000 തവണ പറഞ്ഞുകൊണ്ട് എന്ന് പറയുന്നില്ല. ഇപ്പം വണങ്ങുക, നീ മാത്രം വണങ്ങുക, താനുമ്പിൽ മോക്ഷകവാടം അല്ല, ഭക്തിയാ വണങ്ങുക, സാഷ്ടാംഗം വീണ് നാം ഏറ്റവും മഹത്താം ഈ കൂദാശയെ. നവ്യ നിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാദരം മാറി നിൽപ്പൂ. പുതിയ നിയമങ്ങൾ വരിക, ദൈവത്തിന്റെ പുതിയ കൽപ്പനകളൊക്കെ സംഭവിക്കും കുർബാനയുടെ മുമ്പിൽ. ഹല്ലേലൂയ. ചോദ്യം ചോദിച്ചുകൊണ്ടിരുന്ന ഇതൊക്കെ നടക്കുമോ? ചോദ്യം ചോദിക്കുന്നവൻ ഉത്തരങ്ങളില്ല മക്കളെ. ദാഹിക്കുന്നവന് തൃപ്തി കൊടുക്കും കർത്താവ്, വിശക്കുന്നവന് നിറവ് കൊടുക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു പറഞ്ഞു, നിങ്ങൾ ചുമ്മാ പിറുപിറുത്തുകൊണ്ടൊന്നും ഇരിക്കണ്ട. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ എന്തെങ്കിലും കർത്താവിനോടൊരു ഫാസിനേഷൻ, എന്തെങ്കിലും കർത്താവിനോടൊരു അട്രാക്ഷൻ, എന്തെങ്കിലും കർത്താവിനോട് അടുപ്പം കിട്ടുന്നുണ്ടെങ്കിൽ ഇല്ല മക്കളെ, നമ്മുടെ പുണ്യമൊന്നും അല്ലെന്ന് അവൻ ഉള്ളിൽ തോന്നിച്ചൊരു തോന്നലാണ്. അവൻ മനസ്സിൽ നൽകുന്നൊരു അഭിഷേകമാണ് മക്കളെ. അത് ഏറ്റവും വലിയ ഗിഫ്റ്റ്. അതാണ് കർത്താവിൻ്റെ മുമ്പിലിരിക്കാൻ നിനക്ക് തോന്നുന്നൊരു തോന്നലുണ്ടല്ലോ, കർത്താവിൻ്റെ വചനം വായിക്കാൻ വേണ്ടി നിനക്ക് തോന്നുന്നൊരു തോന്നലുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ഉച്ചയ്ക്ക് മുമ്പ് പറഞ്ഞായിരുന്നു, വല്ലാത്ത ദുരന്തങ്ങളിലൂടെ കടന്നുപോയൊരു യുവാവ്, അവനെന്നോട് പറഞ്ഞത്, കേസിലോ ഏതാണ്ടത്തിലൊക്കെ ചെന്നുപെട്ട് ആകപ്പാട് ജീവിതം മുഴുവൻ ദുരിതമായപ്പോൾ ദൈവം അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടപ്പോൾ അവനെന്നോട് കഴിഞ്ഞിടയ്ക്ക് അവധിക്ക് വന്നപ്പോൾ എന്നെ കണ്ടിട്ട് പറയുക, ചോ ഇപ്പം ഈ പ്രാർത്ഥന പുസ്തകം ഇല്ലാതെ എനിക്കിരിക്കാൻ പറ്റണില്ല. ജോലി കഴിഞ്ഞ് വന്നാൽ ഈ പുസ്തകം തുറന്നിട്ട് ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെയുള്ള മുഴുവൻ പ്രാർത്ഥനയും ഞാൻ ചൊല്ലും. മദ്യപാനിയായിരുന്നു, മദ്യപാനമൊന്നും ഇല്ല ചോ, അതൊന്നും വേണ്ടിപ്പോൾ. ഇപ്പം ബൈബിള് വായിക്കുന്നതൊക്കെ വളരെ ഒരു ആനന്ദമായിട്ടുള്ള അനുഭവം. പുണ്യാളനൊന്നും പറയുന്നല്ല അവൻ്റെ എളിമയിൽ, അവൻ്റെ ശൂന്യതയിൽ അവൻ പറയാ, ഇന്ന് കർത്താവ് അവനൊരു ലഹരിയായിട്ട് മാറിയിരിക്കുക. ക്രിസ്തു അവൻ്റെ ആനന്ദം, അവൻ ഒരുപാട് ആനന്ദങ്ങളും വിനോദങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ക്രിസ്തു അവൻ്റെ ആനന്ദവും അവൻ്റെ വിനോദവുമായിട്ട് മാറിയിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ്റെ ഭാര്യയും മക്കളും ഒക്കെ പറയുന്നത്, ഞങ്ങളുടെ കുടുംബം മാറിപ്പോയി, ഞങ്ങളുടെ കുടുംബം മാറിപ്പോയി. എന്നും വഴക്കും ബഹളവും അസ്വസ്ഥതയുമായിരുന്ന ഞങ്ങളുടെ കുടുംബത്തിൽ ഒരിക്കലുമില്ലാത്ത സന്തോഷം, സ്വർഗം തരും സന്തോഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കില്ല.
ചില മനുഷ്യന്മാർ പള്ളിയിൽ ഇറങ്ങി കുത്തിയിരിക്കുന്ന കണ്ടിട്ടില്ലേ? അവർക്കേ അത് പറ്റത്തുള്ളൂ. മണിക്കൂറുകൾ ദൈവസന്നിധിയിലിരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ല. കൊതിയ മക്കളെ, സത്യത്തിൽ ആകപ്പാടെ എനിക്ക് അസൂയ തോന്നുന്നൊരു കാഴ്ച ഇതാണ്. മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ മണിക്കൂറുകളിരുന്ന് ഈശോയുടെ മുമ്പിലിരുന്നു കൊണ്ട് ഈശോയെ സ്നേഹിക്കുന്നതും ഈശോയുടെ അതിനപ്പുറത്ത് നമ്മളെ കൊതിപ്പിക്കാനൊന്നും ഇല്ലെന്നേ. തമ്പുരാൻ്റെ മുമ്പിലിരിക്കാനായിട്ട് വരം കിട്ടിയ അനുഭവം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ചതിബറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ചതിബറ ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചയിൽ ദിവ്യകാരുണ്യ തിരുനാളായിരുന്നു. പരിശുദ്ധാത്മാവ് ചുരുങ്ങിയത് 1 മണിക്കൂറെങ്കിലും എന്ന് കുർബാനയുടെ മുമ്പ് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പള്ളിയെ വിളിച്ച് പറഞ്ഞു. എത്ര മക്കൾ വന്നിരുന്നൊന്നും എനിക്കറിയത്തില്ല. ഞായറാഴ്ച എനിക്കും തിരക്കായിരുന്നു. ദൈവമക്കളെ, കർത്താവിൻ്റെ മുമ്പിലിരിക്കാൻ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയപ്പോൾ ഇരുന്നാ നിനക്ക് കിട്ടാൻ പോകുന്നത്. നീ ഇരുന്നെങ്കിൽ നിനക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? നമുക്കതിനൊന്നും നേരമില്ല മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ ഒന്ന് ഇരുന്ന് നോക്കടാ കുട്ടാ, നീ ഒന്ന് ഇരുന്ന് നോക്ക്. നിൻ്റെ ജീവിതവും നിൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥകളുമൊക്കെ മാറും. എൻ്റെ പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കില്ല. അപ്പൻ്റെ ആകർഷണമാണിത്, സ്നേഹത്തിൻ്റെ ആകർഷണമാണ്. ഒരു കാന്തിക മലയത്തിൽ, ദൈവീക കാന്തിക മലയത്തിൽ ചെന്ന് പെടുന്നൊരു അനുഭവം. എഴുന്നേറ്റ് പോകാൻ തോന്നില്ല, എഴുന്നേറ്റ് പോകാൻ തോന്നില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വല്ലപ്പോഴൊക്കെ വേളാങ്കണ്ണി പോകുമ്പോൾ, ഒത്തിരി കാലമായി വേളാങ്കണ്ണി പോയിട്ട്, വേളാങ്കണ്ണി പോകുമ്പം അച്ഛന്മാർക്കൊരു ആനുകൂല്യമുണ്ട്. ആൾത്താരെ പോയിരിക്കാം, ലോകയിടണം. ലോകയുണ്ടെങ്കിൽ അച്ഛന്മാർക്ക് ആൾത്താരെ പോയിരിക്കാം. ഇപ്പം വേളാങ്കണ്ണി പോകുന്ന, പണ്ട് മീൻ കഴിക്കാൻ വേണ്ടിയാണ് പോയിക്കൊണ്ടിരുന്നത്. നല്ല കടൽ മീൻ കിട്ടുവാൻ, കടലിൽ നിന്ന് നല്ല മീൻ വാങ്ങിച്ച് ഇങ്ങനെ ഇട്ട് പൊരിച്ച് തരുമ്പം ഞങ്ങളിങ്ങനെ വാങ്ങിച്ച് കഴിക്കും. അതൊക്കെ ഒരു കാലം, അന്തക്കാലം. ഇപ്പം പോവുകയാണെങ്കിൽ ആൾത്താരെ കയറി ഇങ്ങനെ ഇരിക്കുമ്പം വേളാങ്കണ്ണി മാതാവ് നിന്നെ നോക്കിയിരിക്കുന്ന നിനക്ക് കാണാൻ പറ്റും. നീ മാതാവിനെ നോക്കി, മാതാവ് നിന്നെ നോക്കി. അവിടെ ഇരുന്ന് പറ്റുന്നത്രയും ജപമാല, ഒരു വാശിയാണ്, ഒരു വാശിയാണ്. ഈ അവധിക്കാലത്ത് പിള്ളേർ പണ്ട് ചെറുപ്പത്തിൽ ആറ്റിൽ വെള്ളം പൊങ്ങുമ്പോൾ ശനിയാഴ്ച രാവിലെ അവധിയാണ്. ശനിയാഴ്ച അവധി രാവിലെ മുതൽ വൈകിട്ട് വരെ വെള്ളത്തിൽ ചാടി കുളിക്കും. വൈകുന്നേരം പിന്നെ വിശപ്പും ഇല്ല, ദാഹവും ഇല്ല, ഒന്നുമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളത്തിൽ, ഇപ്പോഴും വീടിനെ മുട്ടി വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. ഇതായിരുന്നു പരിപാടി. എത്ര കുളിച്ചാലും മടുക്കില്ല. വെള്ളത്തിൽ ഇങ്ങനെ മോളിപ്പോയി എടുത്തിയാടും, വെള്ളത്തിൽ കൂടെ നീന്തും, ഭയങ്കര ബഹളം. വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ കയറി വരും. അമ്മ ഇങ്ങനെ വടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാകും. അമ്മയുടെ സമ്മാനമൊക്കെ വാങ്ങിക്കും. അടി കിട്ടിയാലും ചോറ് കിട്ടുന്നത് കൊണ്ട് പിന്നെ അടിയൊക്കെ നമ്മൾ സഹിച്ച് തീരണം. ഒരു ലഹരിയായിരുന്നു കുളിക്കാൻ. കൂട്ടുകാരെല്ലാം വരും, നാട്ടിലുള്ള പിള്ളേർ സെറ്റെല്ലാം കൂടെ, ഞങ്ങളെല്ലാം കൂടെ കൂട്ടമായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ചാടും. ഇന്ന് വെള്ളത്തിൽ ചാടുന്ന ഇഷ്ടമാണ്, പക്ഷേ അമ്മയുടെ മുമ്പിൽ ഇന്ന് ജപമാല ചൊല്ലുന്നത് അതിലും ഇഷ്ടമാണ്. ഒരു വലിയൊരു ആനന്ദമോ വലിയൊരു സന്തോഷമോ ഒരു വലിയ തൃപ്തിയോ. അന്തോണി സുനാനിലെ പെരുന്നാളല്ലേ, ഇരുന്ന് നൊവേന ചൊല്ലി. നിങ്ങളിടയ്ക്ക് പറഞ്ഞില്ലേ എണ്ണം അറിയത്, ഞാൻ എണ്ണം അറിയാതെ നൊവേന ചൊല്ലി ഈ കൊല്ലം. പണ്ടൊക്കെ 13 എണ്ണുമായിരുന്നു, 13 അല്ല, അതിന് അപ്പുറത്തേക്ക് നൊവേന ചൊല്ലി. നിങ്ങളിവിടെ ചില മനുഷ്യന്മാർ പറയച്ചോ, ഒരു ചേച്ചി അങ്ങനെ 33 നൊവേന കഴിഞ്ഞെന്നാണ് പറയണേ. ഇതൊക്കെ കേൾക്കുമ്പം നമുക്കൊരു അസൂയ തോന്നത്തില്ല, ഒരു കൊതി തോന്നത്തില്ല. അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഒരിക്കലെങ്കിലും അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ അഭിഷേകം കിട്ടും, നിങ്ങൾക്ക് ആ ലഹരി കിട്ടും. പിന്നെ അവിടുന്ന് നിങ്ങൾ എഴുന്നേറ്റ് പോവില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലും ചൊല്ലാത്തതുകൊണ്ട് ചില വെച്ചാൽ ഇന്ന് വരെ ഒരു 13 ചൊല്ലാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു എത്ര പേര് ഇവിടെയാണ്. എനിക്ക് കൈ പൊക്കിക്കാൻ വേണമെങ്കിൽ ഇന്ന് വരെ ജീവിതത്തിൽ 13 നൊവേനയില്ലാത്തവർ ഇവിടെ ഇരിപ്പുണ്ട്. എന്താ കാരണം എന്നറിയോ? നിങ്ങൾ ഒരിക്കലും ചൊല്ലിയിട്ടില്ല. ഒരിക്കൽ ചൊല്ലി തുടങ്ങിയ നിങ്ങൾക്ക് ആ ചേട്ടൻ പറഞ്ഞല്ലേ, ഇപ്പം പുസ്തകം താർത്ത് വെക്കാൻ പറ്റത്തില്ല, പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റത്തില്ല. എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല. അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും. ഞങ്ങൾ അല്ലാത്ത വാക്കുകളൊക്കെ കയറിപ്പോവുക. കുർബാനയും ഉയർപ്പും തമ്മിലൊക്കെ ബന്ധമുണ്ടെന്ന്, കുർബാനയും നിത്യതയും തമ്മിൽ ബന്ധമുണ്ടെന്ന്, കുർബാനയും സന്തോഷവും തമ്മിൽ ബന്ധമുണ്ടെന്ന്, കുർബാനയും സമാധാനവും തമ്മിൽ ബന്ധമുണ്ടെന്ന്, കുർബാന സ്വീകരിച്ചാൽ സ്വർഗ്ഗത്തെ തൊടാൻ പറ്റുമെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ചുറ്റും കിടന്ന് ഈ നരകമുള്ളത് കൊണ്ട് നമുക്ക് ഈ വലിയ ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. ചുറ്റും സ്വർഗമാകുന്നൊരു അനുഭവത്തെ പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. കർത്താവ് പറയുക, ഉയർപ്പിക്കുക. മരിച്ച്
അസ്ഥിയിൽ നിന്ന് വേർപെടുന്ന കഥയൊന്നുമല്ല മകളെ. കുർബാനയുടെ നിമിഷം നിന്റെ ജീവിതത്തിൽ നിന്റെ അന്ത്യദിനമാണ്. നീ കുർബാന സ്വീകരിക്കുമ്പോൾ നീ ഒരു ആത്മീയ മനുഷ്യനായിട്ട് മാറുക. പിന്നെ നിന്റെ ജീവിതം ഉയർപ്പിന്റെ ജീവിതവും പ്രത്യാശയുടെ ജീവിതവും ആനന്ദത്തിന്റെ ജീവിതവും സമാധാനത്തിന്റെ ജീവിതവും പരാതികളില്ലാത്ത ജീവിതവും ദുഃഖമില്ലാത്ത ജീവിതവും മുഖവിളിയില്ലാത്ത ജീവിതവും കണ്ണീരില്ലാത്ത ജീവിതവും മരണമില്ലാത്ത ജീവിതവുമായി നിന്റെ ജീവിതം മാറുമെന്ന് വെളിപാടിന്റെ പുസ്തകത്തില് ഇതേ യോഹന്നാൻ എഴുതി വച്ചിരിക്കുന്നു. സ്വർഗ്ഗം ഇറങ്ങുന്നത് ഞാൻ കാണുന്നു. പാത്മോസ് ദ്വീപിലെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് കയ്യും കാലും കെട്ടിയിട്ട് കിടക്കുന്ന ഈ മനുഷ്യൻ, വൃദ്ധനായ മനുഷ്യൻ, യോഹന്നാൻ പറയുക 80 വയസ്സിന് മുകളുണ്ടായിരുന്നൊക്കെ പറയണത്. 19 വയസ്സുള്ളൊരു വൃദ്ധനെ പിടിച്ച് ഒരു ദ്വീപിൽ കെട്ടിയിടുമ്പം പറയുക, അതേ സ്വർഗ്ഗം വരുന്നപ്പാ, സ്വർഗ്ഗം വരുന്നു. അതോ മക്കളെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, മക്കൾ നോക്കുന്നില്ലെന്ന് പറയുന്ന അപ്പനും അമ്മയും ഒക്കെ ഈ കൂട്ടത്തിൽ ഇരിപ്പുണ്ടെങ്കിൽ മക്കളെ ഒന്ന് നോക്കിയിരുന്നിട്ട് കാര്യമില്ല. കണ്ണുയർത്തി നോക്ക്, സ്വർഗം ഇറങ്ങുന്നു. നിന്നെ പൊതിയാൻ വേണ്ടി മാലാഖ വൃന്ദങ്ങൾ ഇറങ്ങുന്ന ഒരു സ്വർഗ കാഴ്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ല, ദൈവം ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കാന്ന്, ദൈവം പൊതിഞ്ഞു പിടിക്കുന്നൊരനുഭവം. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും. ഗാഡ് ഹാസ് ടു ടീച്ച്. ഞാൻ എന്നാകും, എൻ്റെ തൊണ്ട പൊട്ടിയാലും ശരി, നിങ്ങൾക്കിത് ഗ്രഹിക്കണമെങ്കിൽ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നമ്മളെ പഠിപ്പിക്കണം. ദൈവത്താൽ പഠിപ്പിക്കപ്പെടണം. കുർബാനയെ പറ്റിയുള്ള രഹസ്യം പറഞ്ഞത് അത് പത്രോസല്ല പഠിപ്പിച്ചത്, നമ്മൾ കുർബാനയുടെ രഹസ്യം പഠിപ്പിച്ചത്. കൂടെ ഇരുന്ന യോഹന്നാന് പറയുന്നില്ല, യോഹന്നാൻ പറഞ്ഞിട്ടുമില്ല. ഊരെ എവിടെയോ നിന്നിരുന്ന പൗലോസ് പറയുക, എനിക്ക് കർത്താവ് പഠിപ്പിച്ചു തന്ന അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ എങ്ങനെ പൗലോസ് തടഞ്ഞു, പൗലോസ് പഠിപ്പിച്ചു തരിക. പിതാവിനാൽ പഠിപ്പിക്കപ്പെട്ട കുർബാനയുടെ രഹസ്യം പിതാവിനാൽ പഠിപ്പിക്കപ്പെട്ട പൗലോസിലെ കൊറിന്തോസ് ലേഖനത്തിന്റെ 1 കൊറിന്തോസില് പഠിപ്പിച്ചു തരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിനാൽ അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക ഗ്രന്ഥങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നു. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും ഇരിക്കണം മക്കളെ. നിനക്ക് ചൊല്ലാനുള്ളതെല്ലാം ചൊല്ലിയിട്ട് പ്രാർത്ഥിക്കാനുള്ളതെല്ലാം പ്രാർത്ഥിച്ചിട്ട് ജസ്റ്റ് ലിസൺ ടു ഹിം. അവനെ ഒന്നൊന്ന് അതോർത്തെ, ഒന്നും മിണ്ടൻ്റെ അപ്പാ, നീ എന്നോടൊന്നും മിണ്ടൻ്റെ കർത്താവ്, നീ എന്താ എന്നോട് പണങ്ങിയിരിക്കുവാണോ? ടോക്ക് ടു മീ, എന്നോടൊന്ന് സംസാരിക്കണമേ. പിതാവിൽ നിന്ന് ശ്രവിക്കുകയും പഠിക്കുകയും ചെയ്തവരെല്ലാം എൻ്റെ അടുക്കൽ വരുന്നു. ദൈവമക്കളെന്ന് എഴുന്നേറ്റ് ഇരുകരങ്ങളും ഇന്ന് ദൈവസന്നിധിയിലേക്ക്. നിന്റെ മുമ്പിൽ ഒരു സ്വർഗ്ഗമുണ്ടെന്ന് നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ ഇതുവരെ കാണാത്ത കാഴ്ചകളുണ്ടെന്ന്, ഇതുവരെ നീ അനുഭവിച്ചിട്ടില്ലാത്ത സ്വർഗീയ അനുഭവങ്ങളുണ്ടെന്ന്, നിന്റെ ജീവിതത്തിൽ ഇടപെടുന്ന നിന്നെ ഉയർപ്പിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്ന കർത്താവുണ്ടെന്ന് ഇരുകരങ്ങളും ഉയർത്തി വിളിക്കീശോയേ, ഒച്ചത്തിൽ വിളിക്കീശോയേ. ഒരു പുത്തൻ അഭിഷേകം തരണേ കർത്താവേ, നീ ഞങ്ങളെ പഠിപ്പിക്കണമേ കർത്താവേ, ദർശനങ്ങൾ തരണമേ കർത്താവേ, വെളിപാടുകൾ തരണമേ കർത്താവേ. ആത്മീയ അഭിഷേകങ്ങൾ, ആത്മീയ കൃപകൾ കൂട്ടയത്ത് വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമെന്ന്